ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം ശരീരത്തെ ഞാൻ എന്ന് വിചാരിച്ചാൽ ഞാൻ ഉണ്മയല്ല, ഞാൻ ആത്മാ അഥവാ ഉണ്മ എന്നറിഞ്ഞാൽ ഈ ശരീരം ഞാനല്ല. ഇതാണ് തത്വമസി എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള സാരം. അപ്പൊ അങ്ങനെ തത്വമസി എന്നുള്ള പദത്തിലെ തത്ത് എന്നുള്ളതിൻ്റെയും ത്വം എന്നുള്ളതിൻ്റെയും അസി എന്നുള്ള പദത്തിൻ്റെയും മൂന്ന് പദങ്ങളുടെയും വിചാരം നമ്മൾ ചെയ്തു. അവിടെയൊക്കെ വാച്യാർത്ഥം എടുക്കാതെ ലക്ഷ്യാർത്ഥം എടുത്ത് ഐക്യത്തെ മനസ്സിലാക്കണം, ജീവ ബ്രഹ്മ ഐക്യത്തെ മനസ്സിലാക്കണം എന്ന് പഠിച്ചു. ഇനി അങ്ങനെ മനസ്സിലായാൽ ആ അറിവിലൂടെ എന്താണ് ഉണ്ടാകുന്ന ജ്ഞാനം, ആ അറിവുണ്ടായാൽ എന്താണ് അതിൻ്റെ ഫലം, അതിൻ്റെ പ്രയോജനം എന്താണ്? അതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുക. അപ്പോ ഈ ജീവൻ മുക്തി അതെന്താണ്, എങ്ങനെയാണ് അത് മനസ്സിലാക്കണേ? ആ ജീവൻ മുക്തന്റെ മനസ്സെങ്ങനെയിരിക്കും? സാധാരണ ആൾക്കാരിൽ നിന്ന് എന്താണ് വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടാവുക? ഇതൊക്കെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ജീവബ്രഹ്മ ഐക്യം വന്ന ശേഷം എന്ത് പ്രയോജനം ആ അറിവിനാൽ, ആ ജ്ഞാനത്തിനാൽ ഉണ്ടാകും, എന്താണ് അതിന്റെ ലക്ഷണങ്ങൾ, അങ്ങനെയൊക്കെയാണുള്ള കാര്യങ്ങളാണ് കൂടുതൽ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലുള്ള ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലെ 83-ാമത്തെ ശ്ലോകം. ബ്രഹ്മാത്മനോ ശോധിതയോഹോ ഏകഭാവാവഗാഹിനി നിർവികൽപാച ചിന്മാത്ര വൃത്തി പ്രജ്ഞേതി കഥ്യതേ. ആ 4 വരി ഒന്നുകൂടെ വായിക്കാം. ബ്രഹ്മാത്മനോ ശോധിതയോഹോ ഏകഭാവാവഗാഹിനി നിർവികൽപാച ചിന്മാത്ര വൃത്തി പ്രജ്ഞേതി കഥ്യതേ. അടുത്ത 2 വരി 2 തരത്തിലുണ്ട്. ഇവിടെ ഞാൻ ഫോളോ ചെയ്യുന്ന ഗുരുനാഥൻ സുസ്ഥിതാദാഭവേദ്യസ്യ ജീവൻ മുക്ത സ ഉച്യത്തെ. സുസ്ഥിതാദാഭവേദ്യസ്യ ജീവൻ മുക്ത സ ഉച്യത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ PDF ഇട്ടതിനകത്ത് സാ സർവദാ ഭവേദസ്യ, സാ സർവദാ ഭവേദ്യസ്യ, സർവദാ ഭവേദ്യസ്യ എന്നാണ്. സാ സർവദാ ഭവേദ്യസ്യ സജീവൻ മുക്ത ഈഷ്യത്തെ, സജീവൻ മുക്ത ഈഷ്യത്തെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു സാരം, എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തെ 2 വരിയില് ബ്രഹ്മാത്മനോ ശോധിതയോഹോ ഏകഭാവാവഗാഹിനി എന്നുള്ള അതില് ജ്ഞാന ലക്ഷണമാണ് പറയുന്നത്. നിർവികൽപാച ചിന്മാത്ര വൃത്തി പ്രജ്ഞേതി കഥ്യതേ. ജ്ഞാന ലക്ഷണം എന്താണ്? ആത്മജ്ഞാനം, അതിന്റെ ലക്ഷണം എന്ത്? ബ്രഹ്മജ്ഞാനം എന്ന അറിവിന്റെ ലക്ഷണം എന്ത്? അതാണ് ഇവിടെ പറയുന്നത്. ആത്മജ്ഞാനം എന്ന് ചുമ്മാ കേട്ടാൽ മാത്രം പോരല്ലോ. അങ്ങനെ ആത്മജ്ഞാനിയായിരിക്കുന്ന ഒരാള്, അയാളുടെ ലക്ഷണങ്ങൾ എന്താണ്? ബ്രഹ്മജ്ഞാനം എന്ന് പറഞ്ഞ ആ ആത്മജ്ഞാനത്തിന്റെ ലക്ഷണം എന്താണ്? ഇത് ഈ അറിവ്, അതായത് ജീവബ്രഹ്മ ഐക്യം എന്നുള്ള ആ അറിവ് നമ്മൾ നേരത്തെ പഠിച്ച 3 പദങ്ങളെയും വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോ അതിൽ അസി എന്ന് പറഞ്ഞ ആ ഐക്യത്തെ നന്നായിട്ട് പഠിച്ചു. അപ്പൊ ആ ഐക്യം ഉണ്ടായാൽ, ആ ഒരു ജീവനും ബ്രഹ്മനും ഒന്ന് എന്നുള്ള ആ വിശാലമായ അറിവുണ്ടായാൽ, ആ ജ്ഞാനം, അതാണ് അജ്ഞാനം മാറി ജ്ഞാനമുണ്ടായാൽ, അത് ആരുടെ പക്കൽ സ്ഥിരമായിട്ടിരിക്കുന്നുവോ, നിഷ്ഠനായിട്ട് അതിനകത്ത് തന്നെ ഉറച്ച് എപ്പോഴും അറിവ്, ജ്ഞാനം വന്ന ശേഷം ആ ജ്ഞാനത്തിൽ തന്നെ ജീവിക്കുന്ന ആളുടെ പേരാണ് ജീവൻ മുക്തൻ. ജീവബ്രഹ്മ ഐക്യത്തെ മനസ്സിലാക്കി
ആ ജ്ഞാനം കൈവന്ന ശേഷം ആ ജ്ഞാനത്തിൽ തന്നെ നിഷ്ഠനായിരിക്കുന്ന ആളുടെ പേരാണ് ജീവൻ മുക്തൻ. അപ്പോ അങ്ങനെയുള്ള ആ ജീവൻ മുക്തന്റെ ജ്ഞാന ലക്ഷണമാണ് നമ്മളിവിടെ നോക്കുന്നത്. ബ്രഹ്മാത്മനഃ, ബ്രഹ്മാത്മനോഹോ, രണ്ടിന്റെ, ബ്രഹ്മത്തിന്റെയും ആത്മാവിന്റെയും എന്ന് പറഞ്ഞാലാണ് ഇവ രണ്ടിന്റെയും. അതായത് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് ഈശ്വര തത്വത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാത്മനോഹോ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെയും ആത്മാവിന്റെയും എന്ന് പറയുമ്പോൾ ഇവിടെ ബ്രഹ്മം എന്നുള്ളത് ഈശ്വരനായിട്ട് എടുക്കണം. ഈശ്വര തത്വവും ജീവതത്വവും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബ്രഹ്മാത്മനോ എന്ന് പറയുമ്പോൾ ഈശ്വര തത്വവും ജീവതത്വവും ശോധിതയോഹോ, ശുദ്ധീകരിക്കപ്പെട്ട, ശോധിതയോഹോ ശുദ്ധീകരിക്കപ്പെട്ട, ഈശ്വരതത്വവും ജീവതത്വവും ശുദ്ധീകരിക്കപ്പെട്ട, അതായത് ജീവനിലെയും ഈശ്വരനിലെയും അനാത്മാക്കളെ മാറ്റി മായയെയും നീക്കി, എങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞു. ജീവനെ ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ജീവൻ എന്ന് വിചാരിക്കുന്നതില് നമ്മൾ അനാത്മാവിനെ ഒരുപാട് കയറ്റി വെച്ചിട്ടുണ്ട്. ആ അനാത്മാക്കളെ മാറ്റുമ്പോൾ അവിടെ ആത്മതത്വം മാത്രം അവശേഷിക്കും. ഈശ്വരനിലോ, ഈശ്വരനില് മായയുണ്ട്. ആ മായയെ മാറ്റിയാൽ ഈ ജഗത്തൊക്കെ പ്രത്യക്ഷമാവും. ഒരു തത്വം മാത്രം അവിടെ അവശേഷിക്കും, ബ്രഹ്മതത്വം, ആത്മതത്വം. അപ്പൊ അങ്ങനെ ജീവനിലെയും ഈശ്വരനിലെയും അനാത്മാവിനെയും മായയെയും നീക്കി, അപ്പോ വാച്യാർത്ഥം മാറ്റിയിട്ട് എന്താവും? നേരത്തെ പറഞ്ഞ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്തും. വാച്യാർത്ഥം മാറ്റി ലക്ഷ്യാർത്ഥത്തെ എടുത്ത് എന്താണ് പിന്നെ പറയുന്നത്? ഏകഭാവാവഗാഹിനി, ഏകഭാവം. നേരത്തെ പറഞ്ഞ അസി, രണ്ടും ഒന്ന് തന്നെ എന്ന ഭാവം. അവഗാഹം എന്ന് പറഞ്ഞാൽ അറിയൽ. ഏകഭാവം അവഗാഹം, രണ്ടും ഒന്ന് തന്നെ എന്ന അറിയൽ, ആ ഭാവത്തെ അറിയൽ. ഈ ജ്ഞാനം, അതായത് ഈശ്വരനും ജീവനും ഉള്ള ഏകഭാവത്തെ ഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ ഈശ്വരനും ജീവനും ഉള്ള ഏകഭാവത്തെ ഗ്രഹിക്കുന്നു. അപ്പൊ നമ്മൾ വാച്യാർത്ഥത്തിലിരിക്കുമ്പോ എന്താ കണ്ടേ? വാച്യാർത്ഥത്തിലിരിക്കുമ്പോ ജീവൻ വേറെ ഈശ്വരൻ വേറെ എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. സാധാരണ ജീവൻ അതിന്റെ വാച്യാർത്ഥം എടുത്തു, ഈശ്വരൻ അതിന്റെ വാച്യാർത്ഥം എടുത്തു. അങ്ങനെ നോക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആണ്, രണ്ടും വേറെ വേറെയാണ്. അപ്പോഴാണ് ആചാര്യസ്വാമി പറഞ്ഞു തന്നെ, അതൊക്കെ മനസ്സിലാക്കേണ്ടത് വാച്യാർത്ഥത്തിൽ കൂടെയല്ല, അതൊക്കെ ലക്ഷ്യാർത്ഥത്തിൽ കൂടെ മനസ്സിലാക്കണം. അപ്പോൾ ഐക്യം മനസ്സിലാവും എന്ന് പറഞ്ഞ് വിശദമായിട്ട് നമ്മൾ കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ചു. അങ്ങനെ വാച്യാർത്ഥത്തിൽ നിന്ന് മാറി നമ്മൾ ലക്ഷ്യാർത്ഥത്തിലേക്ക് എത്തി. അപ്പൊ വാച്യാർത്ഥത്തിൽ ഇരിക്കുമ്പോൾ ജീവൻ വേറെ ഈശ്വരൻ വേറെ, ഇപ്പോഴോ രണ്ടും ഒന്ന് തന്നെ. അപ്പൊ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ എല്ലാം ഒന്ന്. എന്താണ് ജ്ഞാനം? ജീവബ്രഹ്മ ഐക്യം എന്ന അറിവ്. നിർവികൽപ്പ അടുത്തത്. അപ്പോ ബ്രഹ്മാത്മനോ ശോധിതയോഹോ ഏകഭാവാവഗാഹിനി. പിന്നെന്താ പറയണേ? നിർവികൽപ്പ. നിർവികൽപ്പ, വികൽപ്പം മാറിയത്. വികൽപ്പം മാറിയതിനെയാണ് നിർവികൽപ്പം. അതായത് എന്താണ് വികൽപ്പം? ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ളതാണ് വികൽപ്പം. രണ്ടും വേറെ വേറെയാണ് എന്നുള്ളതാണ് വികൽപ്പം. അങ്ങനെയുള്ള വികൽപ്പം, ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള വികൽപ്പം മാറുമ്പോൾ അതിന് നിർവികൽപ്പം എന്ന് പറയും. നിർവികൽപ്പമായ ചിന്ത. അപ്പൊ അങ്ങനെ ആ ചിന്തയൊക്കെ മാറിയിട്ട്, ഏത് ചിന്ത മാറിയിട്ട്? വീണ്ടും വീണ്ടും ഓർക്കണം, ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്നുള്ള ചിന്ത മാറി രണ്ടും ഒന്ന് എന്നുള്ള ആ ഏകഭാവം, ആ അദ്വൈത ഭാവം ഉണ്ടായി കഴിയണം. അങ്ങനെ വരുമ്പോൾ അതിന് നിർവികൽപ്പം എന്ന് പറയും. എന്നിട്ടോ അപ്പോ ആ ഒരു വൃത്തി, ആ ഒരു ചിന്ത അതെങ്ങനെയുള്ളതാണ്? ഈ വൃത്തി എങ്ങനെയുള്ളതാണ്? ആ വൃത്തി ചിന്മാത്രാവൃത്തി എന്നാണ് പറയുന്നത്. ചിന്മാത്രാവൃത്തി പ്രജ്ഞേതി കഥ്യതേ. എങ്ങനെയുള്ള വൃത്തിയാണ് അവിടെ മനസ്സിൽ വരുന്നത്? രണ്ടും ഒന്ന് എന്ന് പറയുമ്പോ ചിന്മാത്ര, അതായത് ചൈതന്യ രൂപം. എല്ലാം ഒരേ ഒരു ചൈതന്യ രൂപമാണ്. എല്ലാത്തിലും കുടികൊള്ളുന്നത് ഒരേ ചൈതന്യം, വേറെ വേറെ ചൈതന്യങ്ങളല്ല.
കാണുന്നതെല്ലാം വേറെ വേറെ ആണെങ്കിലും ഉള്ളിലുള്ള ചൈതന്യം എല്ലാത്തിലും ഒന്ന്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറയുമ്പോൾ മനസ്സിലാവുന്നല്ലാതെ മായയുടെ ശക്തി കൊണ്ട് ഇതൊന്നും നമുക്ക് നിഷ്ഠയിൽ കൊണ്ടുവരാൻ പറ്റില്ല. കാണുമ്പോ എല്ലാം വേറെ വേറെയാണ്, എല്ലാത്തിലും ഒരേ ചൈതന്യമാണ് എന്ന് പറയാൻ എളുപ്പമാണ് അല്ലെ. 10 ആൾക്കാരെ കാണുമ്പോ എല്ലാത്തിലും ഒരേ ചൈതന്യമാണ് എന്ന് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? അത്രയ്ക്ക് നമുക്ക് സാധിക്കുമോ? സാധിക്കണം. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യവും നേരെ മുമ്പിൽ നിൽക്കുന്ന ആളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെ. നമ്മുടെ മുമ്പിലുള്ളതും മുന്നിൽ കാണുന്ന വൃക്ഷങ്ങളിലുള്ള ചൈതന്യവും ഒന്ന് തന്നെ. നമ്മുടെ ഉള്ളിലുള്ളതും മുന്നിൽ ഏത് ജീവികൾ വന്നാലും ആ ജീവികളിലുള്ള ചൈതന്യം ഒന്ന് തന്നെ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ് ജീവൻ മുക്തന്റെ ചിന്ത. അവിടേക്ക് എത്തണമെങ്കിൽ ആദ്യം ഈ ജീവബ്രഹ്മ ഐക്യത്തെ മനസ്സിലാക്കി അതിനെ നിഷ്ഠയാക്കി കൊണ്ടുവരും. പതുക്കെ 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 പതുക്കെ. ആദ്യം പുറത്തൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഉള്ളിലെങ്കിലും അങ്ങനെ കാണാൻ സാധിക്കണം, അല്പസമയമെങ്കിലും. ആദ്യം പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ പറ്റില്ല. പിന്നെ ഓർക്കുക, നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ, ആചാര്യസ്വാമികൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ശരിയല്ലേ, എന്റെ മുമ്പിൽ നിൽക്കുന്ന അദ്ദേഹത്തിന്റെയും എന്റെയും ഉള്ളിലുള്ള ചൈതന്യം ഒന്ന് തന്നെയല്ലേ. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കുറെ നാളുകൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കും. പെട്ടെന്ന് ആരെ കാണുമ്പോഴും ആ ചൈതന്യഭാവമാണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഈ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ, വലിയ ഗുരുക്കന്മാർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയാൽ കാണാം, നല്ല വലിയ വലിയ ഗുരുക്കന്മാർ ഇഷ്ടംപോലെയുണ്ട്. അവരൊക്കെ ആരെ കണ്ടാലും നമസ്കരിക്കും, തൊഴും, നമസ്തേ പറയും, നമസ്കരിക്കും. അത് അഭിനയമല്ല. അവർ കാണുന്നത് അവരുടെ എതിരിൽ വന്ന് നിൽക്കുന്ന അതേ ചൈതന്യത്തെ തന്നെയാണ് കാണുന്നത്. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെയാണ് അവർ ആദ്യം കാണുന്നത്, രൂപമോ ഭാവമോ അല്ല. അപ്പോ ആ ചൈതന്യത്തെ കാണുമ്പോൾ അവരറിയാതെ തന്നെ ആ ചൈതന്യത്തെ അവര് നമസ്കരിക്കും. അങ്ങനെയാണ് അത്, അങ്ങനെയാണ് വേണ്ടത്. അപ്പോ ചിന്മാത്ര എന്ന് പറഞ്ഞാൽ ഇവിടെ ചൈതന്യ രൂപമായിട്ടാണ് എടുക്കുന്നത്. അതാണ് വൃത്തി. ആ വൃത്തി എങ്ങനെ ഇരിക്കണം? ചിന്മാത്ര വൃത്തി. ഓരോ വസ്തുവിനെയും, അതായത് മരം, പുസ്തകം, മനുഷ്യരെ, അങ്ങനെ എല്ലാരെയും കാണുമ്പോ അവയെല്ലാം ആ വസ്തുക്കളായി കാണാതെ, അങ്ങനെ തോന്നാതെ എല്ലാത്തിനെയും ചൈതന്യമായി തന്നെ തോന്നണം. അങ്ങനെയുള്ള വൃത്തി, അതിനെയാണ് പ്രജ്ഞ എന്ന് പറയുക. കേൾക്കുമ്പോൾ എളുപ്പമാണ് പ്രജ്ഞ. എങ്ങനെയാണ് ഈ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിലും ഈശ്വര ചൈതന്യത്തെ മാത്രം, ബ്രഹ്മ ചൈതന്യത്തെ മാത്രം കാണുന്ന അവസ്ഥയാണ് പ്രജ്ഞ. ചൈതന്യത്തെ കാണുള്ളൂ. നമ്മളെ കാണുന്ന ബാഹ്യരൂപമോ മറ്റുള്ളതൊന്നും അവിടെ പ്രസക്തമല്ല. അത് ആ ചൈതന്യം എടുക്കുന്ന പല പല രൂപങ്ങൾ, ചൈതന്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന പല രൂപങ്ങൾ, ആ രൂപങ്ങളെ ചൈതന്യവത്താക്കുന്ന ചൈതന്യം, ഒരു ചൈതന്യമുണ്ട് എല്ലാത്തിനകത്തും. അതാണ് അതിനെ ലൈവ്, എന്താ പറയാ, ലൈഫ് കൊടുക്കുന്നത് എല്ലാത്തിനും ആ ചൈതന്യമാണ്. ആ ചൈതന്യത്തെയാണ് മഹാത്മാക്കളൊക്കെ കാണുക. അവരാണ് പ്രജ്ഞ, പ്രജ്ഞയിലുള്ളവർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോ മനസ്സിൽ തോന്നുന്ന അറിവിന്റെ ലക്ഷണമാണ്, മനസ്സിൽ തോന്നുന്ന അറിവിന്റെ ലക്ഷണമാണ് പ്രജ്ഞ. എങ്ങനെയുള്ള അറിവ്? ജീവനും ബ്രഹ്മവും തമ്മിലുള്ള ഐക്യം കേട്ടിട്ട് ആ മഹാവാക്യത്തിന്റെ, തത്വമസി എന്നുള്ള മഹാവാക്യത്തിന്റെ മറ്റു മഹാവാക്യങ്ങളുടെയും സാരം ഉള്ളിൽ നിറഞ്ഞ് ആ അറിവ് കൊണ്ട് എല്ലാത്തിലും ഉള്ള ചൈതന്യത്തെ മാത്രം കാണുന്ന മനസ്സിന്റെ അവസ്ഥയാണ് ആത്മജ്ഞാനം എന്ന് പറയുന്നത്. എല്ലാത്തിലും കാണുന്നത് മുഴുവൻ ചൈതന്യമായിട്ട് തിരിച്ചറിയാൻ സാധിച്ചാൽ അപ്പോൾ ആത്മജ്ഞാനമായി. അപ്പൊ അതിനാണ് നേരത്തെ പറഞ്ഞു തന്നത്, ഞാൻ ആര് എന്നുള്ളതിനെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ത്വംപദ വിചാരം ഗംഭീരമായിട്ട് നടത്തി, പിന്നെ ഈശ്വരൻ എന്നുള്ള തത്പദ വിചാരം നടത്തി, പിന്നെ അസി എന്നുള്ള ഐക്യത്തെയും പറഞ്ഞു. ആ കേട്ട അറിവ് ഉള്ളില് ഉറച്ചാൽ, നന്നായിട്ട് ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ അത് എന്താവും? കാണുന്ന വസ്തുക്കളിലെല്ലാം ചിന്മാത്രത്തിനെ മാത്രമേ കാണുള്ളൂ, ചിന്മാത്രാഭാവമാവും. എല്ലാത്തിലും ചൈതന്യത്തെ മാത്രം ദർശിക്കും, ഒന്നിലും വ്യത്യാസം കാണുകയില്ല. ഇതിനെയാണ് പ്രജ്ഞ ഇതി കഥ്യതേ. ഇതിനെ പ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. ഇതിനെയാണ് പ്രജ്ഞ എന്ന് പറയുന്നത്. ഇത് പ്രജ്ഞ എന്ന് പറയപ്പെടുന്നു. ഒരു പ്രമാണത്തെ നമ്മൾ എങ്ങനെയാ പ്രയോജനപ്പെടുത്തണ്ടേ?
ഒരു പ്രമാണത്തെ പ്രയോജനപ്പെടുത്തുന്നത് ആ പ്രമാണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ്, ആ പ്രമാണത്തിൽ നിന്ന് അറിവ് ലഭിക്കുന്നിടത്തോളം കാലം. അത് കഴിഞ്ഞാൽ പിന്നെ പ്രമാണം വേണ്ട. പ്രമാണം എന്തിനാണ്? അറിവ് കിട്ടാനായിട്ട് പ്രമാണത്തിൽ വിശ്വസിച്ച് അറിവ് നേടണം. അതിനുശേഷം പിന്നെ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ചെറിയ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയൊരു കുഞ്ഞു കടലാസിൽ ഒരു ചെറിയ ചെറിയ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയ ഒരു കുറിപ്പ് ഒരാൾ തന്നു വിചാരിക്കുക. നമ്മളെങ്ങനെ ആദ്യം നോക്കുക? നമ്മളത് വളരെ സൂക്ഷിച്ച് അതിലേക്ക് നോക്കും. ചെറിയ അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കുറിപ്പാണെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് അതിനകത്ത് നോക്കും. അപ്പൊ കണ്ണൊക്കെ എങ്ങനെ വികസിപ്പിച്ച് വളരെ അടുത്ത് വെച്ച് വളരെ ശ്രദ്ധയായിട്ട് ആ കുറിപ്പടി നോക്കും എന്താണ് എഴുതിയിരിക്കണേന്ന്. അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാലോ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ കുറിപ്പടി മാറ്റി വയ്ക്കും. പിന്നെ അത് കയ്യിൽ ആവശ്യമില്ലല്ലോ. വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കണ്ണ് വികസിപ്പിക്കണ്ട, കണ്ണുകൊണ്ട് നോക്കണ്ട, ഒന്നും വേണ്ട. പിന്നെ അത് മനസ്സിലായി, അത് ഉള്ളിലായി കഴിഞ്ഞു. വ്യക്തമായി നോക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ ഉള്ളിലായി കഴിഞ്ഞു. പിന്നെ അതിന്റെ ആവശ്യമില്ല, ആ പ്രമാണത്തിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഒരു ശാസ്ത്രവും നമ്മൾ എടുക്കേണ്ടത്. ശാസ്ത്രത്തെ പഠിച്ച് ശാസ്ത്രം നന്നായിട്ട് ഉള്ളിലായി കഴിഞ്ഞാൽ പിന്നീട് ശാസ്ത്രത്തിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അറിവ് തന്നു കഴിഞ്ഞു ശാസ്ത്രം, പിന്നെ അതിന്റെ പുറകെ പോണ്ട. ആ അറിവിനെ ബലപ്പെടുത്തുകയാണ് പിന്നീട് ചെയ്യേണ്ടത്. നിഷ്ഠമായിട്ടിരിക്കാൻ സാധിക്കുക. അതാണ് സുസ്ഥിതാസ. സുസ്ഥിതാസ. സു എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം, സ്ഥിത നമ്മളിൽ നിന്നാൽ എന്നർത്ഥം. സ്ഥിരമായിട്ട് നിന്നാൽ. സുസ്ഥിതാസ. സു നല്ലവണ്ണം നമ്മിൽ നിന്നാൽ. എന്താണ്? യസ്യസ ഏതൊരു സാധകന് ഈ അറിവ് അവനിൽ സുസ്ഥിരമായിട്ട് നിൽക്കുന്നുവോ, സുസ്ഥിതാ ഭവേത് സ്ഥിരമായി നല്ലവണ്ണം നിൽക്കുന്നുവോ. ആർക്ക്? യസ്യ ആർക്കാണോ ഈ അറിവ് നന്നായി മനസ്സിൽ നിൽക്കുന്നത്. ഏതറിവ്? ജീവ ബ്രഹ്മ ഐക്യം. കാണുന്നതെല്ലാം ചൈതന്യം അല്ലാതെ, ചൈതന്യമല്ലാതെ ഇവിടെ വേറൊന്നും ഇല്ല. ചൈതന്യത്തിന്റെ തന്നെ പല രൂപഭാവങ്ങളാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ രൂപഭാവങ്ങളൊന്നും സത്യമല്ല. ഇതെല്ലാം മിഥ്യയാണ്, ഉണ്ടായി നശിക്കുന്നവയാണ്. അതേസമയം ഇതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യം എന്നും ഉള്ളതാണ്. അതൊരിക്കലും നശിക്കുന്നതല്ല. ആ ചൈതന്യത്തിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നതും അനുഭവിക്കാൻ സാധിക്കുന്നതും. അപ്പോൾ ആ ചൈതന്യമാണ് സ്ഥിരമായിട്ട് ഉള്ളത്. ഇങ്ങനെയുള്ള ആ പല അറിവുകളുണ്ടല്ലോ, ആ അറിവ് ഇങ്ങനെ മനസ്സിൽ, ജീവബ്രഹ്മ ഐക്യമായ ആ അറിവ് ഇങ്ങനെ മനസ്സിൽ പല പല രീതിയിൽ ഇങ്ങനെ ഉള്ളിൽ ഉറയ്ക്കണം. അങ്ങനെ ആദ്യം ആ അറിവ് വരണം. പിന്നെ അതെന്തുണ്ടാവണം? അത് സുസ്ഥിരമാകണം. ഇപ്പൊ നമുക്ക് അറിവ് കിട്ടും, ജസ്റ്റ് ഒന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും, ഉടനെ അത് പോകും. കാരണം മായയുടെ ശക്തി അത്രയും ഭയങ്കര ശക്തിയാണ്. ഒരു നിമിഷം പോലും നമ്മളെ ജ്ഞാനത്തിൽ നിർത്താൻ മായ അനുവദിക്കുകയില്ല. അതാണ് മായ. അപ്പോ അതില് കിട്ടിയ അറിവില് സുസ്ഥിരമായി നിൽക്കാൻ എന്ത് ചെയ്യണം? നല്ല സാധന തന്നെ വേണം. വീണ്ടും 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 ഇത് കേൾക്കണം, വായിക്കണം, മനസ്സിലാക്കണം, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കണം. ചെറുതായിട്ട് പുറത്തേക്ക് പറ്റില്ലെങ്കിലും ഉള്ളിൽ പറഞ്ഞു നോക്കണം. ഏത് കാണുമ്പോൾ ഭഗവാനെ അത് അങ്ങയുടെ ചൈതന്യമല്ലേ എനിക്കിപ്പോ ഇത് മുന്നിൽ കാണാൻ സാധിക്കുന്നത്. ഒരു മരത്തെ കാണുമ്പോൾ ഈശ്വര അങ്ങയുടെ ചൈതന്യമല്ലേ ഞാൻ ഈ കാണുന്നത്. നമ്മുടെ ഹിന്ദു ശാസ്ത്രം മുഴുവൻ അതാ പഠിപ്പിക്കുന്നത്. ആൽമരത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുക, എല്ലാ വൃക്ഷങ്ങളെയും പൂജിക്കുക, എന്താ പറയാ, നക്ഷത്ര വൃക്ഷങ്ങൾ, ഇങ്ങനെ എല്ലാത്തിലും ഒന്നിലും ഈശ്വര ചൈതന്യത്തെ സകലത്തിലും വ്യാപിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥങ്ങളാണ് ഹിന്ദുമതത്തിലെ ഗ്രന്ഥങ്ങൾ. ഒന്നിനെയും വിട്ടിട്ടില്ല. സകല ജീവികളെയും ഉണ്ട്. സകലമായ ജീവികളിലും ഈശ്വര ചൈതന്യത്തെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രന്ഥങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത്. അതേമാതിരി വൃക്ഷലതാദികളിലെല്ലാം കാണിച്ചിട്ടുണ്ട്. വായുവിൽ കാണിച്ചിട്ടുണ്ട്, അഗ്നിയിൽ കാണിച്ചിട്ടുണ്ട്, ജലത്തിൽ കാണിച്ചിട്ടുണ്ട്, പർവ്വതത്തിൽ കാണിച്ചിട്ടുണ്ട്, സമുദ്രത്തിൽ കാണിച്ചിട്ടുണ്ട് എന്ന് വേണ്ട. ആ ചൈതന്യത്തെ ബന്ധിപ്പിക്കാത്ത ആ ചൈതന്യം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നും ഇതെല്ലാം നിലനിൽക്കുന്നത് എന്നും ആ ചൈതന്യത്തിൽ തന്നെയാണ് ഇതെല്ലാം ലയിക്കുന്നത് എന്നും ഏറ്റവും ഭംഗിയായിട്ട് ഉദ്ഘോഷിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് നമ്മുടെ ഭാരതീയ സംസ്കാരത്തില്, ഹിന്ദു സംസ്കാരത്തിലുള്ള ഗ്രന്ഥങ്ങളെല്ലാം. നമ്മളിതൊക്കെ വായിക്കും, പക്ഷെ
സ്വന്തം ജീവിതത്തില് അവനവന്റെ മനസ്സില് ഇതിനെ ഉറപ്പിച്ചു നിർത്താൻ ശ്രമിക്കാറില്ല. വായിച്ചു വിടും, അത്രയേ ഉള്ളൂ. അപ്പൊ വായിച്ചു വിട്ടാൽ എന്താണ്? ഒന്നുമില്ല, മനസ്സിലായി അങ്ങോട്ട് കടന്നുപോയി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അന്തിമ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അതാണ് നമ്മുടെ മരണം സംഭവിക്കും. നമ്മൾ ചെറിയൊരു കാലമേ നമ്മൾ ജീവിക്കുന്നുള്ളൂ ഈ ഭൂമിയിൽ. ആ ജീവിക്കുന്ന സമയത്ത് മനുഷ്യജന്മം കിട്ടിയപ്പോ മനുഷ്യജന്മത്തിന്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് ഈ ഒരു കാര്യത്തിനാണ്. മനുഷ്യന് മാത്രമേ ഞാൻ ചൈതന്യമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് തിരിച്ചറിയണം, അതാണ് ജീവിത ലക്ഷ്യം. ഞാൻ സർവസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഈ കയ്യോ കാലോ കണ്ണോ മൂക്കോ ഇതൊന്നും അല്ല ഞാൻ. എന്റെ ഇപ്പൊ പേരിട്ടിരിക്കുന്നു ഇതുമല്ല ഞാൻ, ഇതൊന്നുമല്ല. ഇതൊക്കെ നശിച്ചു പോകും, ഈ ശരീരം എല്ലാം പോവും. പക്ഷെ ഞാൻ എന്നുള്ളത്, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് കണ്ണു തുറന്ന് നോക്കണ്ട, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് തൊട്ടു നോക്കണ്ട, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് രുചിച്ചു നോക്കണ്ട, എന്നെ മനസ്സിലാക്കാൻ എനിക്ക് ശബ്ദം കേൾക്കണ്ട. ഇങ്ങനെ ഞാൻ ഉണ്ട് എന്നറിയുവാൻ എനിക്ക് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പൊ സ്ഥിരമായിട്ട് ഉള്ളില് ഈ അറിവ് ഉണ്ടാകണം. അതിനെന്ത് ചെയ്യണം? സാധന ചെയ്യണം. ഓരോ സമയത്തും വെറുതെ ഇരിക്കുമ്പോ ഒക്കെ ഓർക്കുക, ശരിയാണല്ലോ, ഞാൻ ഈ ശരീരമല്ലല്ലോ. ഇതിപ്പോ കുറച്ച് കഴിയുമ്പോ കൈ അനക്കാൻ മേലാണ്ടാവും. എന്തെങ്കിലും ഒരു വാദം വന്നാൽ കയ്യിന്റെ കാര്യം പോയി. കണ്ണിന്റെ കാഴ്ച എപ്പോഴാ പോണേന്ന് അറിയാൻ മേല. തിമിരം വന്നു അല്ലെങ്കിൽ വേറെ ഒന്നും വന്നു, കണ്ണിന്റെ കാഴ്ച എപ്പോഴാ പോണേന്ന് അറിയാൻ മേല. ചെവിയാണെങ്കിൽ ഇപ്പൊ ഒരു ചെവി കേൾക്കാൻ മറ്റു ചെവി കേൾക്കുന്നില്ല. എപ്പോഴാണ് രണ്ട് ചെവിയും കേൾക്കാൻ പറ്റാണ്ടാവണേ അതും അറിയാൻ മേല. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ പഴയ പോലെ ഒന്നും ദഹിക്കുന്നില്ല, കട്ടിയുള്ളതൊന്നും കഴിക്കാൻ മേല, അല്ലേ? ഇങ്ങനെ പല കാര്യങ്ങളും, പല്ല് പറക്കും കൊഴിഞ്ഞു പോകുന്നു. നമുക്കറിയാം ശരീരത്തിന്റെ ഡിറ്റോറിയേഷൻ, എങ്ങനെയാണ് ശരീരം നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് വ്യക്തമായിട്ട് നമുക്കറിയാം. നമുക്കൊന്നും സംഭവിക്കുന്നില്ല. ഞാനിത് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കുഞ്ഞിലേ മുതലേ ഞാൻ വളരുന്നത് ഞാൻ കണ്ടു, നല്ല കരുത്തോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു, നല്ല ഭോഗങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചു, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു, ആവശ്യമുള്ളതൊക്കെ കഴിച്ചു, പോകേണ്ടിടത്തൊക്കെ പോയി, കാണേണ്ടവരെ എല്ലാ തരത്തിലും ഞാൻ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചു. എനിക്ക് നല്ല തൃപ്തിയോടെ ഞാൻ ഇരുന്ന കാലമുണ്ട്. ഇപ്പോ അതെല്ലാം പോയിരിക്കുന്നു. ഞാൻ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാനാണ് പുഷ്ടിയായിട്ടിരുന്നത്, ഇപ്പൊ ഞാനാണ് വയസ്സായിട്ടിരിക്കുന്നത്. ഞാൻ എന്നുള്ളതിനൊരു മാറ്റവും വന്നിട്ടില്ല. എന്റെ ശരീരമാണ് പുഷ്ടിയായിട്ടിരുന്നത്, എന്റെ ശരീരമാണ് ഇപ്പോൾ വയസ്സായിരിക്കുന്നത്. എനിക്ക് അന്നും ഇന്നും ഒരു മാറ്റവും ഇല്ല. ഞാൻ തന്നെയാണ് അത് അനുഭവിക്കുന്നത്, ഞാൻ തന്നെയാണ് ഇതെല്ലാം അറിയുന്നത്. മാറ്റത്തെ അറിയുന്ന എനിക്ക് മാറ്റമില്ല. അത് തിരിച്ചറിയണം. മാറ്റത്തെ അറിയുന്ന ആളാണ് ഞാൻ. ഈ ശരീരത്തിലുണ്ടായ മാറ്റത്തെയൊക്കെ ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് മാറ്റമൊന്നുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇനി എന്തുണ്ടാവും? ഇനി ഈ ശരീരം പോകും. പോകുമ്പോഴത്തേക്ക് ഞാൻ എന്ത് മനസ്സിലാക്കണം? ഞാൻ എന്നും എവിടെയും എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യം മാത്രമാണ്. എന്റെ പൂർവജന്മ കർമ്മഫലമായിട്ടാണ് എനിക്ക് ഈ ശരീരം കിട്ടിയത്. ഈ ജന്മത്തില് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള അജ്ഞാനത്തെ ഞാൻ പാടെ തുടച്ചു മാറ്റിയിരിക്കുന്നു. ശങ്കരാചാര്യസ്വാമികളുടെ വിവേക ചൂടാമണിയൊക്കെ പഠിച്ച്, വേറെ പല ഗ്രന്ഥങ്ങളും പഠിച്ച്, ഉപനിഷത്ത് പഠിച്ച്, ഭാഗവതം പഠിച്ച്, എല്ലാം പഠിച്ച് ഞാൻ മനസ്സിലാക്കി, ഞാൻ ഈ ശരീരമല്ല, അഹം ആത്മാ ബ്രഹ്മ തത്വമസി എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഈ ശരീരമാണ് എന്നുള്ള വിചാരത്തെ ഞാൻ അപ്പാടെ ഉപേക്ഷിക്കുന്നു. ഞാൻ ചൈതന്യമാണ്, ചൈതന്യമാണ്, ചൈതന്യമാണ്. ഇങ്ങനെ ഉറയ്ക്കണം ഉള്ളില്. അങ്ങനെ ഉറച്ചാൽ മാത്രമേ, ശാസ്ത്രം പറയുന്നു, ഈ ശരീരം വിടുന്ന സമയത്ത് എന്താണോ ചിന്തിക്കുന്നത് അതനുസരിച്ചായിരിക്കും അതും മറ്റുള്ള കർമ്മവും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അടുത്ത ജന്മം. അപ്പോ നമ്മൾ എന്താ ആഗ്രഹിക്കണേ? ജന്മം ഉണ്ടാകാതിരിക്കാൻ. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കണേ? ജന്മം ഉണ്ടാവുമ്പോ ചിലരിപ്പോ എനിക്ക് അടുത്ത ജന്മത്തിലെങ്കിലും നല്ല പണക്കാരനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിക്കുന്നവരൊക്കെ കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ല. നമ്മള് ചൈതന്യമായിട്ട് തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് അതിനകത്ത് സുഖവും ദുഃഖവും മിശ്രിതമായിരിക്കും. സുഖം തനിയെ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, ദുഃഖം തനിയെയും ആയിരിക്കില്ല. പാപപുണ്യങ്ങളുടെ ഒരു മിശ്രിതമാണ് നമുക്ക് കിട്ടുന്ന ശരീരം. അത് ഏതാണ്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് ഏതാണ്ട് 40%, 50%, അല്ലെങ്കിൽ 50-60, 40-60, 50-50, 70-30 ആ രീതിയിലൊക്കെ ആയിരിക്കും പാപവും പുണ്യവും മിക്സഡ് ആയിട്ട് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ശരീരം കിട്ടിയാൽ ഉറപ്പാണ് സുഖവും ദുഃഖവും ഉണ്ടാവും. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നത്? ആ ദുഃഖത്തെ മാറ്റണമെന്നും എപ്പോഴും സുഖമായിരിക്കണമെന്നും ആഗ്രഹിക്കും.
അപ്പൊ എപ്പോഴും സുഖമായിരിക്കണമെങ്കിൽ കർമ്മം മുഖാന്തരം കിട്ടിയ സുഖങ്ങൾ ശാശ്വതമല്ല. അത് ജ്ഞാനം മുഖാന്തരം കിട്ടുന്ന സുഖം മാത്രമേ ശാശ്വതമാകുള്ളൂ. ആ സുഖത്തിന്റെ പേര് ആനന്ദം എന്നാണ്, അല്ലാതെ സന്തോഷം എന്നല്ല. സന്തോഷം എന്നാൽ സങ്കടവും ഉണ്ടപ്പോഴേ. ആനന്ദത്തിന് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഇല്ല. ആനന്ദം എന്ന് പറഞ്ഞാൽ ആനന്ദം മാത്രം, ഒരിക്കലും നശിക്കാത്ത സന്തോഷത്തിന്റെ പേരെന്ന് വേണമെങ്കിൽ പറയാം. എന്നും സന്തോഷം മാത്രം. ശരിക്കും പറഞ്ഞാൽ അത് സന്തോഷമല്ല, അത് തൃപ്തിയാണ് ഈ ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ തൃപ്തി തന്നെയാണ്. എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം കൊണ്ടും തൃപ്തമായിരിക്കുന്ന ഒരു മനസ്സ് നിൽക്കുന്ന സ്ഥലമാണ് ആനന്ദം. അല്ലാതെ പ്രത്യേകിച്ച് ആടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല ആനന്ദം എന്ന് പറഞ്ഞാൽ. ശരീരത്തിനെ ഇളക്കിക്കൊണ്ടോ മനസ്സിനെ ഇളക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഇളക്കിക്കൊണ്ടോ ഉള്ള ഒരു അവസ്ഥയല്ല ആനന്ദം. ആനന്ദം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ, സ്ഥൂലശരീരവും സൂക്ഷ്മ ശരീരവും കാരണശരീരവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഇരിക്കുന്നൊരവസ്ഥയാണ് ചൈതന്യം എന്ന് പറയുന്ന അവസ്ഥ. അതാണ് ആനന്ദം, അതാണ് സച്ചിത് ആനന്ദം എന്ന് പറയും. അതാണ് അതിലേക്കാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ആ യാത്രയിലേക്ക് എത്തണമെങ്കിൽ, അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ അതുമാതിരിയുള്ള സാധനയുണ്ടെങ്കിലേ എത്താൻ പറ്റുള്ളൂ. എളുപ്പമല്ല, പക്ഷെ നമുക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോ ആദ്യം അറിവ് വരണം, പിന്നെ അത് സുസ്ഥിരമാകണം. അറിവ് വരാൻ എന്താണ് ചെയ്യുക? ഇതേപോലെ ക്ലാസ്സുകൾ കേൾക്കുക, ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക, വായിക്കുക, ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുക, ശാസ്ത്രം പഠിക്കുക, ഉപായ ശ്രവണം. ഇനി അതിനുശേഷം ശ്രവണമൊക്കെ കേട്ട് അറിവ് വന്നാലോ പിന്നെ ഉറപ്പിക്കാനായിട്ട് മനനം ചെയ്യണം. അതിനെ നിലനിർത്തുവാനുള്ള ഉപായമാണ് മനനത്തിൽ കൂടി അതിനെ നിധിധ്യാസനം എന്ന് പറയും. നമ്മുടെ ഭാഷ പറയുമ്പോൾ നിധിധ്യാസനം നമ്മൾ പഠിച്ചതാണ്. ആത്മാവാ അരേ ദൃഷ്ടവ്യ എന്ന് പറയും. ആത്മാവാ അരേ ദൃഷ്ടവ്യ, ആത്മാവിനെ അറിയലാണ് ജീവിത ലക്ഷ്യം എന്ന് പറയും. ശാസ്ത്രം പറയും ആത്മാവിനെ അറിയലാണ് ജീവിത ലക്ഷ്യം. നമ്മളോടൊക്കെ ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം. ആരോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ അറിയണം എന്തായിരുന്നു എൻ്റെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം, എന്തിനാണ് എനിക്ക് ഈ ശരീരം കിട്ടിയത് എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികൾ ഉണ്ടാകാനോ, അപ്പൂപ്പനായിട്ടിരിക്കാനോ, കുറെ പേരക്കുട്ടികൾ ഉണ്ടായിട്ടിരിക്കാനോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കമ്പനിയുടെ വലിയ പോസ്റ്റിൽ ഇരിക്കാനോ, അല്ലെങ്കിൽ കുറെ അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരാളായി മാറാനോ, അതിനൊന്നുമല്ല ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. അതൊക്കെ ഇതിനകത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ മോഹിപ്പിക്കാനായിട്ട് നടക്കുന്ന പല പല സംഭവങ്ങൾ. മോഹത്തിലാണ് പോയി വീഴുന്നത് എല്ലായിടത്തും. അത് കിട്ടി, ഇത് കിട്ടി, മറ്റത് കിട്ടി, മറിച്ചത് കിട്ടി, മോഹവും കിട്ടിയില്ല 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 എന്നുള്ള സങ്കടം. ഇത് രണ്ടുമാണ് നമ്മളെപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതൊന്നുമല്ല ജീവിത ലക്ഷ്യം. എന്താണ് ജീവിത ലക്ഷ്യം? ആത്മാവാ അരേ ദൃഷ്ടവ്യ, ആത്മാവിനെ അറിയലാണ് എന്റെ ജീവിത ലക്ഷ്യം എന്ന് തിരിച്ചറിയണം. അതിനെന്താ വേണ്ടേ? ശ്രോതവ്യ, മന്തവ്യ, നിധിധ്യാസിതവ്യ. ഈ 3 കാര്യങ്ങൾ ചെയ്താലേ പറ്റുള്ളൂ. എന്താണ്? കേൾക്കണം, ശാസ്ത്രം കേൾക്കണം, ചിന്തിക്കണം, പിന്നീട് ധ്യാനിച്ച് ഉറച്ച് ഈ പറഞ്ഞ ജീവബ്രഹ്മ ഐക്യത്തിലേക്ക് വന്ന് അതില് നിഷ്ഠനായിട്ടിരിക്കാൻ സാധിക്കണം. ഇപ്പൊ നമുക്ക് ദൃഢമായിട്ടുണ്ട് എന്ത് വിചാരം? ഞാൻ ഈ ശരീരമാണെന്നുള്ള വിചാരം ആണല്ലോ അല്ലേ? ഇപ്പൊ നമുക്ക് ഉറച്ചൊരു വിശ്വാസം എന്താണ്? നമ്മുടെ ശരീരമാണോ എന്നുള്ള വിശ്വാസം. അതാണ് ഇത്രയും കാലമായിട്ട്, എത്രയോ ജന്മങ്ങളായിട്ട് ഉറച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ ശരീരമാണ് എന്നുള്ള വിചാരം. ഞാൻ ആരാണ്? ഞാൻ ഇന്ന ആളാണ്, പരമേശ്വരനാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന ആളാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ ഇന്ന ഓഫീസിൽ ഇന്ന ജോലിക്കാരനാണ്. നമ്മളെ ഐഡന്റിറ്റി ഒക്കെ അങ്ങനെയാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉറച്ചുപോയി. ഉറക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര ഉറക്കലൊന്നുമല്ല, എടുത്ത് കളയാൻ പറ്റാത്തവണ്ണം ഉറച്ചിരിക്കുക. അതുപോലെ ഉറച്ച അവസ്ഥയിലേക്ക് വരണം ഞാൻ ആത്മാ എന്നുള്ളത്. ശരീരമാണ് എന്ന് എത്രമാത്രം ഉറച്ചിരിക്കുന്നുവോ അതിനേക്കാൾ കൂടുതലായിട്ട് ഉറയ്ക്കണം ശരീരമല്ല ഞാൻ എന്ന്. ഇപ്പൊ എളുപ്പമാണോ? എത്രയോ ജന്മങ്ങൾ കൊണ്ടാണ് ഇപ്പൊ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ശരീരമാണെന്ന്. ഇപ്പോ ഈ കുറച്ചു നാളത്തെ നമ്മുടെ പഠിത്തം കൊണ്ട് ഈ അജ്ഞാനത്തെ മാറ്റണം. എളുപ്പമാണോ? ഇപ്പൊ എന്ത് പറയും നമ്മള്? എളുപ്പമല്ല. എത്ര ജന്മം കഴിഞ്ഞിട്ട് എങ്ങനെയായേ, പിന്നെ എത്ര ജന്മം വേണം അങ്ങനെ ആവണമെങ്കിൽ? അല്ല, അങ്ങനെയല്ല. ഒരു സെക്കൻഡ് മതി അജ്ഞാനം മാറാൻ. ഒരു ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മതി അജ്ഞാനം മാറാൻ. അങ്ങനെ എത്രയോ മഹാത്മാക്കൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്.
അപ്പോ അതിനുവേണ്ടി ആഗ്രഹിക്കണം, അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പോൾ ഏത് സമയത്തും ഈ ജ്ഞാനം പ്രകാശിക്കപ്പെടും, സംശയിക്കൊന്നും വേണ്ട. ഉത്കടമായ ആഗ്രഹം കൊണ്ട്, ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട്, ആത്മാ തന്നെയാണ് അനുഗ്രഹിക്കുന്നത്. എന്തിന്? ആത്മാവിനെ അറിയാൻ. അത് സാധിക്കും, അത് ഉറപ്പാണ്. അതിന് കേൾക്കണം, ചിന്തിക്കണം, ധ്യാനിക്കണം. ഇപ്പൊ നമുക്ക് ശരീരമാണെന്നുള്ള വിചാരം എത്രത്തോളം ദൃഢമായിരിക്കുന്നുവോ അതുപോലെ ഞാൻ ശരീരമല്ല ആത്മാവാണ്, ശരീരമല്ല ആത്മാവാണ് എന്ന് ദൃഢമായി വിശ്വസിക്കാൻ കഴിയണം. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. അങ്ങനെയുള്ള ആളാരാണ്? സഹാ ജീവൻ മുക്ത ഉച്യത്തെ. ഇങ്ങനെയുള്ള ഞാൻ ആത്മാ എന്ന് ദൃഢനിശ്ചയത്തോടെ ഇരിക്കുന്നവനെ ജീവൻ മുക്തൻ എന്ന് പറയും. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്, ചൈതന്യ സ്വരൂപമാണ്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം തന്നെയാണ് ഞാൻ. എങ്ങനെയാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ജീവികളിലും എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വൃക്ഷലതാദികളിലും ഒക്കെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നത്, അതുപോലെ എൻ്റെ ഈ ശരീരമാകുന്ന ഈ ഉറയിൽ ഒരു ചൈതന്യമുണ്ട്, അതാണ് ഞാൻ. ഇത് ശരീരത്തിനകത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ശരീരം നശിക്കും, പക്ഷെ ആ ചൈതന്യം അവിടെ ഉണ്ടാവും. ഞാൻ ആ ചൈതന്യമാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഇപ്പോ എല്ലാവരും കൂടി ഒരു പേരിട്ടു ഈ ശരീരത്തിന്, അതാണിപ്പോ ഞാൻ. ആക്ച്വലി ഞാൻ ഇതല്ല, ഞാൻ ആത്മാവാണ്, ഞാൻ ചൈതന്യമാണ്, സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. ഏതൊരു ചൈതന്യമാണോ ദേവതകളിൽ കാണുന്നേ, ഏതൊരു ചൈതന്യമാണോ ബ്രഹ്മാ വിഷ്ണു മഹേശ്വരന്മാരിൽ കാണുന്നേ, ഏതൊരു ചൈതന്യമാണോ സർവസ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നേ, ഏതൊരു ചൈതന്യമാണോ സൂക്ഷ്മ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ഏതൊരു ചൈതന്യമാണോ സ്ഥൂല പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത്, ആ ചൈതന്യം തന്നെയാണ് ഞാൻ എന്ന് സ്വയം തിരിച്ചറിയണം. അറിഞ്ഞ് അതിൽ നിൽക്കണം, നിഷ്ഠനായി നിൽക്കണം. അങ്ങനെയുള്ള ആളെയാണ് ജീവൻ മുക്ത എന്ന് പറയുന്നത്. ജീവൻ എന്താണ്? ജീവൻ എന്നപ്പോ പറഞ്ഞ ഇവിടെ ഈ സ്ഥലത്ത് ജീവൻ മുക്ത. ജീവൻ എന്ന് പറഞ്ഞാൽ ലൈവായിട്ടിരിക്കുക, വൈൽ ലിവിങ് എന്ന് പറയാം. ജീവനോടെ ഇരിക്കുമ്പോൾ മുക്തനായിട്ടിരിക്കുന്നവനാണ് ജീവൻ മുക്തൻ. ജീവനോടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ശരീരത്തില് പ്രാണൻ പ്രവർത്തിച്ചുകൊണ്ട് ഇത് ലൈവായിട്ടിരിക്കുന്ന സമയം. ശരീരമുണ്ടപ്പോ, ശരീരമില്ലാത്ത ആളുടെ കഥയല്ല ഈ പറയുന്നത്. ഇപ്പൊ പറയുന്നത് ശരീരമുണ്ട്, പക്ഷെ അദ്ദേഹം ശരീരമാണ് എന്ന് സ്വയം വിചാരിക്കുന്നില്ല. നമ്മളൊക്കെ എന്താണ്? നമുക്ക് ശരീരമുണ്ട്, ഞാൻ ഈ ശരീരം തന്നെ. ആത്മാവിനെ നമുക്കൊട്ട് അറിയാനും വേണം. ആരാണ്? ഒരു പിടിയില്ല. ആരാണ് ഈ ആത്മാ? എവിടെയാ കാണാൻ പറ്റുക അദ്ദേഹത്തെ എന്നൊക്കെയാണ് നമ്മുടെ വിചാരം. പിന്നെ കുറച്ചുകൂടെ വേറെ വിചാരമുണ്ട്. ആത്മാ എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട്. നമ്മളല്ല, ഈശ്വരനാണ്. അത് വേറൊരു ശക്തിയാണ്, നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല. അദ്ദേഹം ഇവിടെ നമ്മളെ അനുഗ്രഹിക്കാനിരിക്കുന്നു, നമ്മൾ പോയി പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഇങ്ങനെയുള്ള വിചാരത്തിലാണ് നമ്മളെല്ലാവരും കഴിയുന്നത്. അതൊന്നും അങ്ങനെയല്ല എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കഴിഞ്ഞു ആര്? ശങ്കരാചാര്യസ്വാമികൾ. അപ്പോ വൈൽ ലിവിങ്, ജീവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, പ്രാണൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, സൂക്ഷ്മ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ, കാരണ ശരീരം കൊണ്ടുണ്ടായ ഈ രണ്ടിലും ഇരിക്കുമ്പോൾ തന്നെ മുക്തഹ, ഫ്രീ ആയിട്ടിരിക്കുന്നു, ഫ്രീഡം അനുഭവിക്കുന്നു, സ്വതന്ത്രനായിരിക്കുന്നു. മുക്തഹ, മുക്തനായിരിക്കുന്നു. അതായത് ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മുക്തനായിരിക്കുന്നു, ജീവനോടെ ഇരിക്കുമ്പോൾ മുക്തനാകുന്നു, സ്വതന്ത്രനാകുന്നു. എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം അപ്പൊ കിട്ടിയത്? ജീവനോടെ ഇരിക്കുമ്പോൾ, പ്രാണശക്തി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ശരീരം നിലനിൽക്കുമ്പോൾ ഏതിൽ നിന്നാണ് സ്വതന്ത്രനായത്? അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ആര് സ്വതന്ത്രനായി? ജീവനോടെ ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായിട്ടില്ല, അല്ലെ? ഉണ്ടോ? ജീവനോടെ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായോ? ഇല്ല. മനസ്സിൽ നിന്ന് സ്വതന്ത്രനായോ? അതുമായിട്ടില്ല. അപ്പൊ ശരീരത്തിൽ നിന്നും സ്വതന്ത്രനായിട്ടില്ല, മനസ്സിൽ നിന്നും സ്വതന്ത്രനായിട്ടില്ല. പിന്നെയോ ഇന്ദ്രിയങ്ങളിൽ നിന്നും മുക്തനായോ? അതുമില്ല. ഇന്ദ്രിയങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിൽ നിന്നും മുക്തനായില്ല. പിന്നെ എന്തിൽ നിന്നാ മുക്തനായ ജീവൻ മുക്തൻ? ശരീരത്തിൽ നിന്ന് മുക്തനായിട്ടില്ല, മനസ്സിൽ നിന്ന് മുക്തനായിട്ടില്ല, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ല. പിന്നെ ഏതിൽ നിന്നാണ് അദ്ദേഹം മുക്തനായത്? അയാൾക്ക് ചൂടും തണുപ്പൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാകും.
പിന്നെ എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയ അദ്ദേഹത്തിന്? നല്ല ചോദ്യമല്ലേ. ജീവൻ മുക്തൻ. ജീവൻ എന്ന് പറയുമ്പോൾ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, പ്രാണശക്തി മൂന്ന് ശരീരം പ്രവർത്തിക്കുന്നു, പഞ്ചപ്രാണെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ണ് കാണുന്നു, ചെവി, എല്ലാ അംഗങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നു, എല്ലാം കൊണ്ടിരിക്കുന്നു. പക്ഷെ ജീവൻ മുക്തനാണെന്ന് പറയും. അതെങ്ങനെയാ പറ്റണേ? ശരീരത്തിൽ നിന്ന് മുക്തനായിട്ടില്ല, ശരിയാ. മനസ്സിൽ നിന്ന് മുക്തനായിട്ടില്ല, ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തനായിട്ടില്ല, ചൂടും തണുപ്പും ഒക്കെ അറിയാം, ഒന്നിൽ നിന്ന് മുക്തനായിട്ടില്ല. പിന്നെ മുക്തനായി എന്ന് പറയുന്നുണ്ട്. അത് എന്തിൽ നിന്നാ മുക്തനായത് പറയുന്നു? അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറുപടി. അപൂർണതയിൽ നിന്ന് മുക്തനായി എന്ന് പറയും. അപൂർണതയിൽ നിന്ന് മുക്തനായി. പൂർണ്ണനാണ്. ഒന്നിനും ഒരാഗ്രഹവും മനസ്സിലില്ല. എല്ലാം കൊണ്ടും തൃപ്തൻ. ഇനി ജീവിക്കണമോ? അതും ആഗ്രഹമില്ല. ഇപ്പൊ മരിക്കുകയാണെങ്കിൽ ഓക്കെ. കഴിഞ്ഞ കാലത്തെ കുറിച്ച് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? ഇല്ല. വരാൻ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ആലോചനയുണ്ടോ? ഇല്ല. പിന്നെ പ്രസന്റില് ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രം. ഒന്നിനും ഒരു പോരായികയില്ല. മനസ്സ് നിറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, നിറവ്. മനസ്സ് നിറഞ്ഞിരിക്കുന്നു. മനസ്സിനെ അപൂർണതയിൽ നിന്നും സ്വതന്ത്രനാക്കിയ ആൾ, മനസ്സിനെ അപൂർണതയിൽ നിന്നും സ്വതന്ത്രനാക്കിയ ആളാണ് മുക്തൻ. അപൂർണത എവിടെയാ വരുന്നേ? സംസാര സാഗരത്തിലാണ് അപൂർണത. സംസാരത്തിൽ പ്രവേശിച്ചാൽ അപൂർണതയായി. സംസാരത്തിൽ നിന്ന് മുക്തനായാൽ പൂർണ്ണനായി. അതിനാണ് എന്തു പറഞ്ഞു നേരത്തെ? വിവേകം വേണം, വൈരാഗ്യം വരണം എന്ന് അല്ലേ? വൈരാഗ്യം ഉണ്ടാകണം. അപ്പോ സംസാരത്തിൽ നിന്ന് മുക്തി വരണം. സംസാരം എങ്ങനെയുള്ളതാണ്? അപൂർണമാണ്. അപൂർണമായ സംസാരത്തിൽ നിന്ന് മുക്തി ഉണ്ടായാൽ എന്താവും? പൂർണ്ണമാവും. പൂർണ്ണതയാണ് മുക്തി. അതാണ് സ്വാതന്ത്ര്യം. മനസ്സ് നിറഞ്ഞ ആരെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ചിലപ്പോൾ പറയും ഒരു സെക്കൻഡ് എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് പറയും. അത് ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രമാണ്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ചിലപ്പോൾ പറയും എന്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ എന്ന് പറയും. അത് ആ ഒരു കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള കാര്യത്തിലൊന്നും നിറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ ആസ്പെക്റ്റിലും നിറഞ്ഞു എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾ ജീവൻ മുക്തനായിരിക്കും. മനസ്സെങ്ങനെയാണ്? വിശപ്പ് പോലെയാ മനസ്സ്. വിശപ്പ് എങ്ങനെയാ? വിശപ്പുണ്ടാവും, ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കും, അപ്പോ ഭക്ഷണം കിട്ടും, വിശപ്പ് മാറും. എന്നേക്കുമായിട്ട് വിശപ്പ് മാറുമോ? ഈ ശരീരം ഉള്ളിടത്തോളം കാലം ഇനി ഒന്നും കഴിക്കണ്ട, ഒരിക്കൽ വിശപ്പ് വന്ന് ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയാൽ ചിന്തിച്ചു നോക്കണം. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. വിശപ്പ് വരുന്നു, വിശപ്പ് ഭക്ഷണം കഴിക്കുമ്പോൾ മാറുന്നു, ഓക്കെ, തൃപ്തിയായി, എന്റെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറയാം. ആ നിറവ് എത്ര നേരം ഉണ്ടാവും? ജീവിതകാലം മുഴുവൻ ഒറ്റ പ്രാവശ്യം ഭക്ഷണം കഴിച്ച് വിശപ്പ് മാറിയ സംതൃപ്തമായോ? ഇല്ല. ഒട്ടനെ അത് ദഹിച്ചു തുടങ്ങി ഒട്ടനെ തുടങ്ങെടുത്ത വിശപ്പ്. ഇത് എത്ര വർഷങ്ങളായി, എത്രയോ കാലങ്ങളായി ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം തന്നെ എത്ര പ്രാവശ്യം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്ര കാലങ്ങൾ കഴിഞ്ഞു, അങ്ങനെ എത്ര ജന്മങ്ങൾ കഴിഞ്ഞു. ഈ ശരീരം കിട്ടലും ഭക്ഷണം കഴിക്കലും വിശപ്പ് വരലും വിശപ്പ് മാറലും വിശപ്പ് കഴിക്കലും വിശപ്പ് മാറലും ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന എത്രയോ കാലങ്ങളായി. അതുപോലെയാണ് മനസ്സും. ഒരാഗ്രഹം വരും, അത് നടക്കും, ഉടനെ അടുത്ത ആഗ്രഹം വരും, അതും നടക്കും, പിന്നൊരാഗ്രഹം വരും, അത് നടക്കില്ല, സങ്കടമാവും. കുറച്ചു കാലം കഴിയും, വേറൊരു ആഗ്രഹം മനസ്സിൽ നിന്ന് പോകും, നടക്കാത്തത് കൊണ്ട്. വേറെ ആഗ്രഹം വരും, അത് നടക്കും, അപ്പൊ സന്തോഷമാവും, നടക്കാതിരിക്കുന്ന സങ്കടമാവും. ഇതിങ്ങനെ മാറി 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 നടക്കും. അപ്പൊ വിശപ്പ് പോലെ തന്നെയാണ് മനസ്സിലെ ആഗ്രഹങ്ങളും. നല്ല ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. വിശപ്പ് പോലെ തന്നെയാണ് മനസ്സിലെ ആഗ്രഹവും. നമുക്ക് തോന്നും തൃപ്തിയായി എന്ന്, അടുത്ത സമയം തൃപ്തിയല്ല എന്ന് മനസ്സിലാവുകയും ചെയ്യും. അപ്പൊ ജീവൻ മുക്തൻ ആർക്കും സാധിക്കാത്ത ഒന്ന് സാധിച്ച ആളാണ്. ജീവൻ മുക്തൻ ആർക്കും സാധിക്കാത്ത ഒരു കാര്യം സാധിച്ച ആളാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹം സാധിച്ചത്? അദ്ദേഹം മനസ്സിന്റെ കുറവുകളിൽ നിന്ന് മുക്തി നേടിയ ആളാണ്, സ്വാതന്ത്ര്യം ലഭിച്ച ആളാണ്, പൂർണ്ണത അനുഭവിക്കുന്ന ആളാണ്, മനസ്സിലെ അപൂർണതകളിൽ നിന്നും മുക്തനാണ് അദ്ദേഹം. അതാണ് ജീവൻ മുക്തൻ. ഇനി ജീവൻ മുക്തനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം. വളരെ ഗഹനമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും. എത്ര നന്നായിട്ടാണ് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞു തരുന്നത്, എത്ര സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. ഈ ജന്മത്തിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പോ മനസ്സിലാക്കിയിടത്തോളം നല്ല
ചിട്ടയില് കുറേശ്ശെ പ്രാക്ടിക്കലായിട്ട് ഇത് കൊണ്ടുവന്ന് നമ്മുടെ അന്തിമ ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ നമ്മളെ കൈപിടിച്ചുയർത്തട്ടെ. ആ ചൈതന്യം, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യം നമ്മളെയും അതിൽ ഉറച്ചു നിൽക്കുവാനുള്ള പ്രേരണാശക്തി തന്ന് നമ്മളെ ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. ഹരിഹി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിരാം. സായിരാം സാർ. സായിരാം. സായിരാം സാർ. സായിരാം.